എന്ന് പറഞ്ഞാൽ ഇന്നും ഇന്നലെ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ മൊത്തത്തിൽ കളിക്കുന്നൊരു സംഭവമാണ്. ഇതിൽ ജനങ്ങളെ തെറ്റിദ്ധാരണ മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ ഒരു കൗൺസിലർ എന്നുള്ളതിൽ നമ്മുടെ ലക്ഷ്യം. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വീഡിയോസ് പുറത്തേക്ക് പോയി ഇത് ആദ്യം ഒരു മുസ്ലിം നാമധാരിയാണ് ഈ വീഡിയോ ചെയ്തത് എന്നുള്ള രീതിയിലാണ് ഒരുപാട് പ്രൊഫൈലുകൾ കൊണ്ടാടിയത്. അത് ആ സമയത്ത് തന്നെ നമ്മളിത് ബന്ധപ്പെട്ട അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഇതിങ്ങനെ ഒരു സംഭവം ഉണ്ട്, എനിക്ക് ആ ഒരു അസുഖമുള്ള ഒരാളാണ്, ഈ അസുഖമുള്ളൊരു വ്യക്തിയാണ് ഈ ഫേസ്ബുക്കിൽ ഈ വീഡിയോ ഇട്ടിട്ടുള്ളത് നമ്മൾ മുൻകൂട്ടി ഇവരെ അറിയിച്ചതാണ്. പക്ഷേ ഈ ഞങ്ങൾ നാടിനെ സംബന്ധിച്ച് ഈ വിഷയം എല്ലാവർക്കും അറിയാമെങ്കിലും ഞങ്ങൾ നാട് വിട്ട് മറ്റുള്ള ഭാഗത്തുള്ള ആർക്കും ഇതിൻ്റെ സത്യാവസ്ഥ അറിയില്ല. പലരും പല രീതിയിൽ വിദ്വേഷ കമൻറ്റുകളാണ്. ആ കമൻറ്റ് ബോക്സുകൾ നോക്കിയാൽ തന്നെ കാണാം, ഒരു മതത്തെ അടിച്ചാക്ഷേപിച്ചിട്ടുള്ള കമൻസുകളാണ്. സത്യത്തിൽ നമ്മളിവിടെ പരാതി കൊടുത്തിട്ടുണ്ട്, കൗൺസിലർ എന്നുള്ളത് ഞാനും പരാതി കൊടുത്തിട്ടുണ്ട്, ഇവിടുത്തെ പ്രാദേശികപരമായ പാർട്ടിക്കാരും പരാതി കൊടുത്തിട്ടുണ്ട്. കാരണം ഈ വ്യക്തി ഈ വീഡിയോ ഇവരെ ഫേസ്ബുക്ക് പേജിലല്ല ഇട്ടിട്ടുള്ളത്. ഇവരെ വീഡിയോ മറ്റൊരു തെക്കൻ കേരളത്തിലുള്ള കൊല്ലം ഭാഗത്തുള്ള ഒരു ഐഡിയിൽ നിന്നാണ് ഈ വീഡിയോസ് വന്നിട്ടുള്ളത്. അപ്പോൾ ശരിക്കും ഇത് പരിശോധിക്കണം. ഇവരെ ഫോണൊക്കെ ഒന്ന് കേരള പോലീസും ബന്ധപ്പെട്ടവർ അന്വേഷിച്ചിട്ട് ഈ വീഡിയോസ് അവർ വാട്സപ്പ് ഷെയർ ചെയ്തതാണോ അല്ലെങ്കിൽ വേറെ രീതിയിൽ കൊടുത്തതാണോ അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നീട് ചൂഷകരുണ്ടോ എന്നുള്ളത് കൂടി ഒന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. നമ്മുടെ നാടിൻ്റെ സമാധാനത്തിന് ഇത് ബാധിക്കരുത് എന്നുള്ളതാണ് നമ്മുടെ ഒരു ആവശ്യം. അതെ, മാനസികപരമായ വെല്ലുവിളി നേരിടുന്ന ഒരാളാണ്. മുൻപ് ഇതുപോലത്തെ ഒരു വിഷയം ഉണ്ടായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ട് ട്രീറ്റ് ചെയ്തതാണ്. അതിനുശേഷം ഇവിടെ ഒരു കടയിലൊക്കെ ജോലിക്ക്, അവർ സ്വന്തം കടയിൽ തന്നെ ജോലിക്കൊക്കെ നിന്നിട്ടുണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പം കുറച്ച് മാസങ്ങളായിട്ട് നമ്മളൊന്നും കാണാറില്ല. ഈ ഒരു വീഡിയോസ് വന്നതിന് ശേഷമാണ് നമ്മൾ ഇവരെ ജ്യേഷ്ഠനുമായി ബന്ധപ്പെടുകയും ജ്യേഷ്ഠൻ പറഞ്ഞു ഇങ്ങനെ വീട്ടിലാണ് ഇപ്പോൾ ഉണ്ടാകല്. ഞാൻ വിളിച്ചിരുന്നു, ഇവർക്ക് വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് കേന്ദ്രം കാര്യമായിട്ട് ഇടപെടുന്നില്ല, ഒരുപാട് നിരപരാധിയായ പെൺകുട്ടികൾ ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെടുന്നുണ്ട്, ഇതിന് നരേന്ദ്രമോദി പ്രധാനമന്ത്രി എന്നുള്ള രീതിയിൽ ഒന്നും ചെയ്യുന്നില്ല, അതുകൊണ്ട് അവരടുത്തേക്ക് ഇതെത്തണം, എന്നെ വന്ന് അറസ്റ്റ് ചെയ്തോട്ടെ എന്നുള്ള റിപ്പോർട്ടാണ് നമുക്ക് തന്നത്. ഇതാണ് അവർ പറയുന്നത്. അല്ല, അവരെ ഫേസ്ബുക്ക് ഐഡിയിൽ ഈ വീഡിയോസ് ഇല്ല, വേറൊരു ഫേസ്ബുക്ക് പേജിലൂടെയാണ് നമ്മളൊക്കെ ആദ്യം കാണുന്നത്. പിന്നീട് ഈ മറ്റുള്ള ഒരുപാട് പ്രൊഫൈലുകളിൽ ഈ വീഡിയോസ് ഇങ്ങനെ റീച്ചാണ് മെയിനായിട്ട്. ഇത് ഭയങ്കര റീച്ച് കിട്ടുന്നുണ്ട്. റീച്ച് ഉള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ സത്യാവസ്ഥ പുറത്ത് വന്നിട്ടും ആരും ഡിലീറ്റ് ചെയ്യാനും തയ്യാറല്ല, അവരങ്ങനെ കൊണ്ടാടുന്നുണ്ട്. അതിൽ വിദ്വേഷ കമൻറ്റുകളും ചേരുന്നുണ്ട്. പോലീസിൽ നമ്മളിങ്ങനെ അവരുടെ ഫോണിലൂടെ എങ്ങനെയാണ് ഇതിൻ്റെ നീക്കങ്ങൾ, ഇതിൻ്റെ പിന്നിൽ ചൂഷകരുണ്ടോ, ഇവർ ഈ വീഡിയോസൊക്കെ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ പോലീസ് അന്വേഷിക്കട്ടെ. ഇപ്പോൾ മിനിറ്റുകൾക്ക് ഓരോ പോസ്റ്റുകൾ വന്നിട്ടുണ്ട്. പരപ്പനങ്ങാടി പോലീസിൽ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇവിടെ അവരെ വീട്ടിലേക്ക് വന്നിരുന്നു. കസ്റ്റഡിയിലെടുത്തോ എന്തോ എന്നുള്ളത് നമുക്ക് പിന്നെ അറിയാൻ കഴിഞ്ഞിട്ടില്ല, നമ്മളിവിടെ ഇല്ലായിരുന്നു, ഇപ്പോൾ വന്നിട്ടുള്ളൂ.